ഒരു ചോദ്യം, നിങ്ങളെ ഒരാൾ നിരസിച്ചാൽ നിങ്ങളുടെ വാല്യൂ കുറയുമോ? അതുപോലെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വാല്യൂ ഇല്ലാതാകുമോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ മറന്നാൽ നിങ്ങൾ വിലയില്ലാത്ത ആളാകുമോ? ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ 100 ലൈക്കിൽ നിന്ന് 10 ലൈക്കായി കുറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം കുറയുമോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സ്വയം ഒരു വിലയുണ്ടോ എന്ന്. ഈ ചോദ്യമാണ് പലരുടെയും ആത്മവിശ്വാസം തകർക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ വാല്യൂ അളക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടല്ല, മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ടാണ്. ഇന്ന് ഈ വീഡിയോയിൽ മനഃശാസ്ത്രവും യഥാർത്ഥ ജീവിതാനുഭവങ്ങളും അടിസ്ഥാനമാക്കി ഒരു വലിയ സത്യം മനസ്സിലാക്കാം. ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാല്യൂ തീരുമാനിക്കുന്നത്? ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന കുറേ തെറ്റുകളുണ്ട്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നല്ല മാർക്ക് കിട്ടിയാൽ പ്രശംസ, 1ാം റാങ്ക് കിട്ടിയാൽ സമ്മാനം, മറ്റു കുട്ടികളേക്കാൾ നന്നായി പഠിച്ചാൽ അംഗീകാരം. അവിടെ നിന്നാണ് നമ്മൾ ഒരു തെറ്റായ വിശ്വാസം പഠിക്കുന്നത്. നന്നായി ചെയ്താൽ മാത്രമേ എനിക്ക് വിലയുള്ളൂ. പിന്നീട് അത് ജോലിയിലേക്ക് മാറുന്നു. ശമ്പളം കൂടിയാൽ ഞാൻ വിജയിച്ചു, കാർ വാങ്ങിയാൽ ഞാൻ വലിയ ആളായി എന്ന ഭാവം, വീട് പണിതാലോ ഞാൻ വിലയുള്ളവനായി. ഇതെല്ലാം സമൂഹമുണ്ടാക്കിയ അളവുകോലുകളാണ്. പക്ഷേ ഇവയിലൊന്നും മനുഷ്യൻ്റെ യഥാർത്ഥ വാല്യൂ അളക്കാൻ കഴിയില്ല. സെൽഫ് എസ്റ്റീം എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞരിൽ ഒരാളാണ് നഥാനിയൽ ബ്രാൻഡൻ. അദ്ദേഹം പറയുന്നത് വളരെ ലളിതമാണ്. സെൽഫ് എസ്റ്റീം എന്നത് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നതല്ല, നമ്മൾ നമ്മളെ ബഹുമാനിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? സത്യസന്ധനാണോ? ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ? പഠിക്കാൻ തയ്യാറാണോ? ഇവയാണ് നിങ്ങളുടെ വാല്യൂ വളർത്തുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ കയ്യടിയല്ല. ലോകപ്രശസ്ത ഗവേഷകയായ ബ്രെയ്നി ബ്രൗൺ വർഷങ്ങളോളം മനുഷ്യരുടെ ഷെയിം, വൾണറബിലിറ്റി, സെൽഫ് വർത്ത് എന്നിവ പഠിച്ചു. അവരുടെ കണ്ടെത്തൽ വളരെ ശക്തമായ ഒന്നാണ്. വർത്തിനെസ് ഈസ് നോട്ട് സംതിങ് യു ഏൺ, ഇറ്റ് ഈസ് സംതിങ് യു ഓൾറെഡി ഹാവ്. അതായത് നിങ്ങൾ വിജയിച്ചത് കൊണ്ടല്ല നിങ്ങൾ വിലയുള്ളത്, നിങ്ങൾ മനുഷ്യനായതുകൊണ്ടാണ് നിങ്ങൾക്ക് വിലയുള്ളത്. വിജയം നിങ്ങളുടെ കഴിവ് കാണിക്കും, പക്ഷേ വാല്യൂ നിങ്ങളുടെ മനുഷ്യത്തെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ജീവിതം നോക്കാം. 2ാം ലോക മഹായുദ്ധകാലത്ത് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന മനഃശാസ്ത്രജ്ഞനെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലാക്കി. അവിടെ അദ്ദേഹത്തിന് നഷ്ടമായത് വീട്, കുടുംബം, സ്വാതന്ത്ര്യം എല്ലാം. പക്ഷെ അദ്ദേഹം പിന്നീട് എഴുതിയ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിൽ ഒരു വലിയ സത്യം പറയുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റാൻ കഴിയും, പക്ഷേ ഒരു കാര്യം മാത്രം കഴിയില്ല: ഏത് സാഹചര്യത്തിലും തൻ്റെ സമീപനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ വാല്യൂ. ഇനി വേറൊരു സത്യാവസ്ഥ പറയാം. ഇന്ന് നിങ്ങളെ പ്രശംസിക്കുന്ന ആളുകൾ നാളെ നിങ്ങളെ വിമർശിച്ചേക്കാം. ഇന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നാളെ നിങ്ങളെ മറന്നേക്കാം. കാരണം അഭിപ്രായങ്ങൾ മാറും, ട്രെൻഡുകൾ മാറും, ആളുകൾ മാറും. പക്ഷേ നിങ്ങൾ ഓരോ അഭിപ്രായത്തിനും അനുസരിച്ച് നിങ്ങളുടെ വാല്യൂ മാറ്റാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. നമുക്കൊരു 2000 നോട്ടിൻ്റെ കഥ കേട്ടാലോ? ഒരു 2000 നോട്ട് കയ്യിലെടുക്കൂ, അത് ചുരുട്ടൂ, തറയിലിടൂ, കാലുകൊണ്ട് ചവിട്ടൂ, വീണ്ടും എടുത്തു നോക്കൂ. അതിൻ്റെ വില കുറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയല്ല, അതിൻ്റെ യഥാർത്ഥ മൂല്യമാണ്. ജീവിതവും അതുപോലെയാണ്. പരാജയങ്ങൾ, വിമർശനങ്ങൾ, നഷ്ടങ്ങൾ ഇവ നിങ്ങളുടെ വാല്യൂ കുറയ്ക്കുന്നില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. സ്വന്തം വാക്ക് പാലിക്കണം. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. തെറ്റ് സംഭവിച്ചാൽ സമ്മതിക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കുക. അതുപോലെ സ്വയം ബഹുമാനിക്കുക. ഇവയാണ് യഥാർത്ഥ വാല്യൂ ഉണ്ടാക്കുന്നത്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ വില കുറച്ച് സംസാരിച്ചാൽ ഒരു നിമിഷം ഓർക്കുക, അത് അവരുടെ അഭിപ്രായം മാത്രമാണ്, നിങ്ങളുടെ വാല്യൂ അല്ല. നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ വാല്യൂ അല്ല. നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ വാല്യൂ അല്ല. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ വാല്യൂ അല്ല. നിങ്ങളുടെ ഫോളോവേഴ്സും നിങ്ങളുടെ വാല്യൂ അല്ല. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ മൂല്യങ്ങൾ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ വാല്യൂ. ലോകം നിങ്ങളെ പല രീതിയിൽ വിലയിരുത്തും. പക്ഷേ നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയുന്നത് നിങ്ങൾ ജീവിക്കുന്ന മൂല്യങ്ങൾക്കാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവയ്ക്കൂ. ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഒരാളിലേക്ക് ഇത് ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള പുസ്തകങ്ങളും ജീവിതം മാറ്റുന്ന ആശയങ്ങളും മലയാളത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.